എടാ, ആ ഞാനൊരു കാര്യം പറഞ്ഞ് ഞാനടുത്ത് അങ്ങ് പറയാ. ഞാനപ്പാട് ഒരു മൈക്കും വെച്ച് അല്ലെങ്കിൽ ഇതെടുത്തിട്ട് അങ്ങ് യൂട്യൂബ് അപ്ലോഡ് ചെയ്യൂലേ? അല്ല, വേറൊന്നുമല്ല, നമ്മളെ നാട്ടിലത്തെ കാര്യം തന്നെയാ പറയുന്നത്. അതുകൊണ്ടാ. അതിന് ഇത് പറഞ്ഞ എനക്ക് മാത്രം ഞാൻ അറിയുന്ന കാര്യമാണ്. ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞാല് പിന്നെ എനിക്കാണേ അറിയുന്നത്. ഞാനിതാരോട് പറയാനാ? എടാ, ഇത് എനിക്ക് മൈക്കും വെച്ച് പറഞ്ഞു. ഷീലേച്ചിനെ അറിയില്ലേ? ഏ ഷീലേച്ചിനെ അറിയില്ല, എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ആ ഷീല ഷീല ആ ഷീലേച്ചി. മനസ്സിലായി. ആ, ഓറെ മോളെ അറിയില്ലേ? ആ കല്യാണം കഴിച്ചിട്ട് പോയ മൂത്ത ഓർ മോള്. ഓടിച്ചെടുക്കുക. ഇല്ല. പിന്നെന്താ? ഓറെ മൂത്ത മോളില്ലേ? ഉം ഓറെ മൂത്ത മോൾ ആദ്യം അങ്ങേന് ഓറെ ഭർത്താവിൻ്റെ വീട്ടിൽ. ഉം അപ്പോൾ ആ വീടും ഇതെല്ലാം വിറ്റി. ഉം എന്നിട്ട് ഓറ് ഇവിടത്തേക്ക് വന്നു. ഈ വീട് ഓർക്ക് എഴുതി കൊടുത്ത് ഓറെ മൂത്ത മോൾക്ക്. ഉം അപ്പോൾ ഓറൊപ്പരം ഓറെ മക്കളും ഭർത്താവും ഉണ്ട്. ഉം എന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഓറെ ഭർത്താവ് അങ്ങനെ ആരോടും മിണ്ടുകയൊന്നും ചെയ്യാത്ത ടൈപ്പാ. നമ്മളെന്ന് ആരെ വിളിച്ചാൽ ഇവരെ അങ്ങനെ മോളെ ഭർത്താവാ? സംസാരിക്കുകയില്ല. ആ, മോളെ ഭർത്താവ് ഉം അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല. ഈ മോളെ ഭർത്താവിന് ഓരോ ഓട്ടം ഉണ്ട്. സാധാരണ അവർ ഓട്ടോ എടുക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ അവർ ഓട്ടോ അങ്ങനെ എടുക്കില്ല. എന്തോ കണ്ണിനെന്തോ പ്രശ്നം, കണ്ണ് മര്യാദയ്ക്ക് കാണുന്നില്ല, കാഴ്ചക്കുറവുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഉം അവർ പണിക്ക് പോകലില്ലേ. ഇത് എനിക്കറിയില്ല, നമ്മളിവിടുത്തെ പാലും ഇതെല്ലാം ഇവിടുത്തെ ഫ്രിഡ്ജൊന്നും നമ്മൾ അവിടെയാണ് കൊണ്ടുപോയി വെക്കുക ഉം വില്ലേജിലിട്ട്. ഒരു ദിവസം ഞാൻ പാലെടുക്കാൻ പോയി. അപ്പം ഇവരെ മോൾ അവിടെ ഇല്ല. ഇവരെ മോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഇവിടെ വന്നേരം എവിടെ? കോൺട്രാക്റ്റിൽ. ഇവരെ മോൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കോൺട്രാക്റ്റിൽ, ഓ ഇവിടെ പേരിട്ടിന്. ഓ ആ, അപ്പോൾ എന്നിട്ട് ഇവര് നേഴ്സാ? മോൾ അല്ല കോൺട്രാക്റ്റിൽ മറ്റേ ഇങ്ങനെ അവിടെ അടിച്ചോരോ ഇതാക്കെല്ലാം ചെയ്യുന്നില്ലേ, അങ്ങനത്തെ അറ്റൻഡറാ? പണി. ആ ആ. ഓ അപ്പോൾ എന്നിട്ടപ്പോൾ ഇവരെ ഭർത്താവ് പണിക്ക് പോയിട്ടില്ല, മക്കള് സ്കൂളിൽ പോകും. എന്നിട്ട് ഇവരെ ഭർത്താവും ഇവരെ അമ്മായി അമ്മയാണ് ആ വീട്ടിലുണ്ടാവുക. ഉം എന്നിട്ട് ഞാനന്ന് പാലെടുക്കാൻ പോകുമ്പോൾ ഇല്ലടാ, ഉം ഓനൊന്നും പറയണ്ട. ഞാനപ്പോൾ നേരെ വർക്കേരിയിലൂട്ടിയാണ് കയറിയത്. ഉം വർക്കേരിയിലൂടെ പോകുമ്പോൾ ഈ ഹാളിൻ്റെ തൊട്ടിപ്പുറത്തെങ്ങനെയല്ലേ അടുക്കള. എങ്ങനെ? ഹാള് ആ ആ ഹാളിൻ്റെ ആ ആ ആ തൊട്ടിപ്പുറം തന്നെയാണ്. എനിക്കങ്ങനെ അറിയാം. ഹാളിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് അടുക്കള. ആ അപ്പം അവിടെ വന്നിട്ടുണ്ട് ഇവർ രണ്ടാളും. മോനെ പറയാൻ പറ്റൂല. പോടാ. ഞാൻ കണ്ടിട്ട് ആഹാ, ഇല്ല ഞാൻ കണ്ടിട്ട് ഇല്ല, ഷോക്കായിട്ട്. എന്തെങ്കിലും ചെയ്യുവാണോ അല്ലെങ്കിൽ ചെയ്യുന്നത് കാണാൻ പറ്റാതെയാണോ അല്ലെങ്കിൽ ചെയ്യുന്നത് ചെയ്യുന്നത് അതെങ്ങനെ പിന്നെ കാണാൻ പറ്റുക? ചുണ്ടും ചുണ്ടും? അല്ല, അതൊന്നും അല്ല. പിന്നെ പറയാൻ മറ്റേതാ? പറ്റൂല. ആ, ഞാൻ സോഫയാണോ? വന്നെടുത്ത് ആ, ഞാൻ ഈശ്വരാ, ഇവര് വാതിൽ ഫ്രണ്ട് ഡോർ ഇവർ അടച്ചിട്ടാണുള്ളത്. പക്ഷെ ഇവര് ബാക്കിൽ ഗ്രിൽസ് അടച്ചിട്ടില്ല. ഞാൻ പിന്നെ സാധാരണ അങ്ങനെ പോകുമ്പോൾ ചോദിച്ചിട്ട് വിളിച്ചിട്ടൊന്നല്ല പോലെ, ഞാനപ്പടം കീറി പോകലാന്ന്. ഉം ഞാനിത് പ്രതീക്ഷിക്കുന്നില്ലാന്ന്, ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അവര് നിന്നെയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവര് നിന്നെ കണ്ടിനാ? ഇല്ല, എന്നെ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് പിന്നെ ഇവരെ വിളിക്കുവാണോ വേണ്ടത് അതോ തിരിച്ചു പോകണോ വേണ്ടത് ഒന്നും തിരിഞ്ഞില്ല. ഞാനാണില്ലേ തണുത്ത പോലെ പെട്ടെന്ന് ഇങ്ങനെ നേരിട്ട് കാണുന്നല്ലേ, ഇവരാണ് നിർത്തുന്നില്ല, ചെയ്തോണ്ടിരിക്കലാണ്. എന്റെ മോനെ എന്ത് ആക്രാന്തന്നാന്ന് പറയേണ്ടത്. എല്ലടാ, അപ്പൊ ചങ്ങായിന്റെ അമ്മായിയമ്മയല്ലേ അത്? അമ്മായിയമ്മ ആ പെണ്ണുങ്ങൾക്ക് അങ്ങനെ അധികം പ്രായമൊന്നുമില്ലല്ലോ. അല്ല, ഊർക്ക് എത്ര കാണാൻ വയസ്സുണ്ടാവും? ഭയങ്കര എത്ര വയസ്സ് 50 എന്നെല്ലാം ഒന്നും പറഞ്ഞു ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞാൽ 40 സംതിങ്. 50 50 ഒന്നുമില്ല. 48 49 ഉണ്ടാവും. പോടാ, 50 ഇല്ലെങ്കിലും 48 49 അത്രയും ഉണ്ടാവുക? അതന്നെ, അത്രയെല്ലാം ഉണ്ടാവും. ഓറും നല്ല ഹൈറ്റ് തടിയും നല്ല ഉരുണ്ട് ഇതുപോലെയല്ലേ ഉള്ളത്. കണ്ടാ എനിക്കറിയില്ല. 48 എല്ലാരും ആയി. പറയൂലേ ശരിക്കും ഷീലാമ്മ തന്നെയെന്നുള്ള. നല്ല ലുക്കില്ലേ കാണേ. എന്നാ ഓരെല്ലാരും വയസ്സുണ്ടാവും. അങ്ങനെയല്ലേ പറയാ. വയസ്സുണ്ടാവും തോന്നിക്കായിട്ട്. എന്നാലും മരുമോന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയച്ച്, പക്ഷെ ആ ഏട്ടന് കുറച്ച് ഏജ് ഉണ്ട് കേട്ടോ. ആ ഏജ് നല്ല ഇവർ 10 വയസ്സിന്റെ ഗ്യാപ്പായിട്ടുണ്ട് തോന്നുന്നു അറേഞ്ച് മാരേജ് തന്നെ. എന്നാലും എടാ, ഓറെ ഭർത്താവ് മരിച്ചു പോയതല്ലേ, ഓർക്കും ഒരു സന്തോഷമെല്ലാം വേണ്ടേ? മറ്റേത് അതുകൊണ്ടായിരിക്കും. ഒരാൾക്കും കൂടി അറിയാം. ഞാനപ്പം തന്നെ ഓറെ വിളിച്ചില്ല. അനക്ക് വിളിക്കാൻ പറ്റുമോ ഞാനാ ഇങ്ങനെ കളിക്കൊണ്ടിരിക്കുമ്പോ?
അല്ല, ഞാനപ്പോൾ തിരിച്ചു കൂടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞാൻ ഫുള്ള് ഇതായിട്ടാണുള്ളത്. നിന്റെ അപ്പൊ വീട്ടിലാരോടും ഇവിടെ പറഞ്ഞോ? വരുമ്പോ എൻ്റെ അമ്മ അടിപൊളി. എൻ്റെ അമ്മച്ചാണ് അങ്ങനെ പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നപ്പോ ഞാൻ അമ്മ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മേ നീ എന്നൊരു മോളെന്തോ വീഡിയോ എടുക്കട്ടേണ്, ആ ആടാ. മനക്കും കൂടി ഞാൻ പറഞ്ഞു കാണാലോ. അമ്മ എന്തോ മോശമായിട്ട്. അമ്മ പറഞ്ഞു എന്ത്? അമ്മ പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് പോണ്ടാന്ന് പറഞ്ഞു. അന്നേരം അമ്മേൻ്റെ അടുത്ത് പറയുന്നേ ആ ഇവരങ്ങനെയാ പോലും. ഏ അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല. കുറെ കഴിഞ്ഞിട്ട് ഈ ശീല എന്ന് പറയുന്നോറ് അങ്ങനത്തെ ടൈപ്പാണ്. പണ്ട് അവിടെ പേപ്പർ ഇടാൻ വരുന്ന ഒരേട്ടനുണ്ടല്ലോ. ആ ഏഹ് ആ അയേട്ടൻ വരുന്ന സമയത്ത് ഇവർ മീൻ മുറിക്കുന്നവരും. പണ്ടെല്ലാം മീൻ മുറിക്കുക മറ്റേ കത്തിമേൽ ഇരുന്നിട്ട് ഒരു പല വെച്ചിരുന്നിട്ട് അങ്ങനെയല്ലേ മുറിക്കുക. ആ അപ്പൊ ഇവർ മാക്സി ഇട്ടിട്ടാണുള്ളത്. മാക്സി ഇട്ടിട്ട് മാക്സി അങ്ങനെ തന്നെ നല്ലോണം ഇങ്ങനെ കയറ്റിയിട്ട് ആ കയറ്റി വെക്കൂലേ. ആ അപ്പൊ ഒരാള് നമ്മളെ നേരെ മുന്നിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്കെല്ലാം കാണൂലേ, കാല് പൊന്തിച്ച് വെച്ചാല് ആ കാലിന്റെ മുട്ടോ അങ്ങ് ഉള്ളോട്ടെല്ലാം കാണൂലേ. ആ ആ എപ്പോ ഈ പേപ്പർ ഇടാൻ വരുന്ന ഇത് നേരം വെയിറ്റാ വരുക. പേപ്പർ ഇടുക ആ ആടെ മാത്രം നേരം വെയിറ്റാ വരിക. ആ എന്നിട്ട് അപ്പത്തേക്ക് പിള്ളേരെല്ലാം പോയിട്ടുണ്ടാവും. ആ ലാസ്റ്റ് ആടെ പോലും വരിക. എന്നിട്ട് പേപ്പർ വെച്ചിട്ട് ഒരു ദിവസം കൊണ്ടുപോലും ഇവരിങ്ങനെ മുറിക്കുന്ന എപ്പോ അമ്മ ഇവരിങ്ങനെ നോക്കുമ്പോ ഇവര് ഒരു ഇതുമില്ലോ. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെ പോലും ഇരിക്കും. ഈ ചെക്കനിങ്ങനെ നോക്കുമ്പോ ചെറിയ ചെക്കനാവല്ലോ. ആ എന്നിട്ട് ഒരു ദിവസം അയ്യച്ചനെല്ലാം കല്യാണം കഴിയുന്നതിനുള്ളിട്ടാണ്. എന്നിട്ട് ഒരു ദിവസം കൊണ്ടുപോലും ആ ചെക്കന ഇവർ പെണ്ണുങ്ങൾ അപ്പോടെ ആട്ടേക്ക് എടുക്കുപോലും അപ്പോടെ ചെക്കനുള്ളിലേക്ക് എടുക്കുപോലും വാതിലടക്കുപോലും. എടാ അതിവിടെ പോടാ. നാട്ടിലെല്ലാവർക്കും അത് എടാ അറിയാവുന്നത്. ഇവര് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ലടാ. അങ്ങനെയൊക്കെ വേഗം തന്നെ എനിക്ക് ഞാനും കമ്പനി ആക്കണല്ലോ നല്ലോണം. അപ്പൊ നേരിട്ട് കണ്ട എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ എടാ മോനെ ഞാനിനി ഒരിക്കലും മറക്കൂല. അത് അത്ര എടാ അങ്ങനെ ഞാൻ ഓറെ കണ്ട എങ്ങനെയാന്ന് ആളാന്ന് നല്ലോണം വിചാരിച്ചു. കമ്പനിയൊക്കെ ഞാൻ വിചാരിച്ച് മൂത്തതല്ലേ, ഞമ്മക്കൊന്നും ഒന്നും പറ്റൂലല്ലോ. എന്ത് മൂത്തതാടാ. ഞാനൊരു കാര്യം പറയട്ടെ, മൂത്തതാന്ന് പറഞ്ഞിട്ടില്ലേ പെണ്ണുങ്ങള് സെറ്റാ. എടാ അതെനക്കറിയാം, ഞാൻ കണ്ടതാ. സെറ്റാണ്. നീ അന്യം കൂട്ടിട്ടൊന്ന് പോവൂ. നീ എങ്ങനെയുണ്ട്? അതല്ല ഏ ഏ എന്ത് അല്ല നീ കണ്ട്? എങ്ങനെയുണ്ട്? അതല്ല, പെണ്ണുങ്ങളെ കണ്ടതാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം ഇവിടെ അറിയാത്തതല്ലോ. അല്ല, എന്നെയും കൂട്ടിട്ടൊന്ന് പോവോ, കുറച്ച് കമ്പനി ആക്കാന്. എന്നിട്ട് വേണം. ഞാൻ വരുന്നില്ലേ. എടാ എന്നോട് ഞാൻ അമ്മ അങ്ങോട്ട് ഇവരിങ്ങനെയാണെങ്കിൽ, പോരുന്നത്. ഇവരിങ്ങനെയാണെങ്കിൽ ഇവരെ മക്കളെങ്ങനെയായിരിക്കും? ഇല്ലടാ, അയ്യേ. മക്കൾ അങ്ങനെയൊന്നും ഇല്ലടാ. പിന്നെ മക്കളെ എനക്ക് അറിയില്ല. പിന്നെ നീയല്ലേ സർട്ടിഫിക്കറ്റ് കൊടുത്തിന് ഓളെ. എന്റെ ഇവിടുന്ന് എല്ലാരും കളിയാക്കും. മറ്റേ ആ മൂത്ത മോളില്ലേ, ഉം ഓക്ക് ഇവിടെ വന്നപാട് പണി കിട്ടിയിട്ടില്ലേ. ഉം നമ്മക്കൊന്നും ഒരു പണിയും കോൺട്രാക്റ്റിന് പോലും ആരും എടുത്തില്ല. ഉം ഹോസ്പിറ്റലിൽ അപ്പടനെ കോൺട്രാക്റ്റിനോളം എടുത്തില്ലേ. ഉം എന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് എല്ലാരും പറയും എന്ത്? അമ്മേന്റെ ഇത് കൊണ്ടാന്നല്ലോ. ആ അങ്ങനെ. ചേട്ടാ ഇങ്ങനെ ഞാനും എന്തെങ്കിലും കുറച്ച് നല്ല കമ്പനി തുടങ്ങിയിട്ട് പറയട്ടെ, മോക്ക് പണി കൊടുക്കാൻ. ചെല്ലി ചെല്ലി എന്റെ പേരൊന്നും പറഞ്ഞേക്കല്ലേ. ഇല്ല, എന്നെങ്കിലും ഞാനും ഓറും എനിക്ക് ഭയങ്കര കമ്പനിയായി ആലോചിക്കാൻ എല്ലാം പോലും വയ്യ. കഴിഞ്ഞാൽ ഞാൻ പറയും ഇങ്ങനെ ഞാനിവിടെ എത്തിപ്പെട്ടത് ഒരാള് കാരണമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും നിന്റെ പേര്. അന്നേരം കുഴപ്പമില്ലല്ലോ. എന്നാലും ഇവർക്ക് ഇത്രക്കും ഇതില്ലേ മരുമോന്റെ പറ. പിന്നെ ഞാൻ ഫോണിലെല്ലാം വീഡിയോ അല്ല, കുറെ കണ്ടിട്ടില്ല. ഇതുവരെ നേരിട്ട് വേറൊരാളെ ഓറെ ഞാൻ കണ്ടിട്ടില്ല. ഓറെ ഭർത്താവ് മരിച്ചിട്ട് എത്രയായിരിക്കും? കൊറേയായി. ഓളെ കുറേ. ഭർത്താവ് കൊറേന്ന് വെച്ച് കഴിഞ്ഞാല് അയച്ചി ഡിഗ്രി ലാസ്റ്റ് ഇയർ എടുക്കുമാന്ന് തോന്നുന്നു. ഈ മൂത്തേച്ചി അതെ, അതിന് ശേഷം ഓർ ഇപ്പൊ കൊറേ ഒറ്റക്കല്ലേ? ആയിട്ടുണ്ടാവും. ഒറ്റക്കാണ്. അപ്പൊ പിന്നെ കുറക്കും ആഗ്രഹമെല്ലാം ഉണ്ടാവില്ലേ? ശരിയാ. എന്നാലും എടാ ആഗ്രഹമുണ്ട്. ഓ സ്വന്തം അയച്ച് മോന്റെ ഭാര്യ, മോളെ മോന്റെ ഭാര്യ ഉണ്ടോടി. അതെ, മോളെക്കാട്ട് 10 വയസ്സ് കൂടുതലുണ്ട് മോന്. അപ്പൊ ഈ മോളെ ഏച്ചിയും ഭർത്താവിൻ്റെ ആ ഭർത്താവിന് തന്നെ, അയച്ചിന്റെ ഭർത്താവിനും ഈ പെണ്ണുങ്ങൾക്കും ഏകദേശം 10-15 വയസ്സ്, കൂടിപ്പോയി 20 വയസ്സിന്റെ ഗ്യാപ്പേ ഉണ്ടാവും. അത്രേ ഉണ്ടാവും. ആ 20. 30 വയസ്സിന്റെയും 35 വയസ്സിന്റെയും നിലയിലോ. അപ്പോ രണ്ടാക്കും
പിന്നെ ഇത്രയും ഗ്യാപ്പുള്ള അതാ ഞാൻ അനക്ക് പറഞ്ഞേ, തോന്നുന്നു ഈ പിന്നെ ഏട്ടനെയും പെണ്ണുങ്ങളെയും കാണുമ്പോൾ ചെയ്യുന്നത് കാണുമ്പോൾ അങ്ങനെ അത്ര വലിയൊരു ഇത് ബോറായി തോന്നില്ല, ഓരോ ഇത് വെച്ച് നോക്കുമ്പോൾ. അതെ അതിപ്പോ പക്ഷെ എന്റെ ഞാനാണെങ്കിലും ഓക്കെയാണ്. മരുമോൻ എന്ന് പറയുമ്പോൾ അതിനൊന്നും കാര്യം ഉണ്ടാവില്ല. എടാ പിന്നെ എനിക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ അവര് ചെയ്യട്ടെ. ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന ഓറെങ്ങനെയാന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോ ഓറും കൂടി അറിഞ്ഞോണ്ടെങ്കിലോ. അതെ അതെ.